ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇത് ഞങ്ങളുടെ വിയറ്റ്നാം ട്രിപ്പിലെ സെക്കൻഡ് ഡേ മോർണിംഗ് ആണ്. പ്രീവിയസ് ഡേ ഞങ്ങൾ ഹനോയിലുള്ള ഓൾഡ് ക്വാർട്ടേഴ്സിലെ ട്രെയിൻ സ്ട്രീറ്റ് ഒക്കെ കണ്ട് ആ ഒരു റിസ്കി ആയിട്ടുള്ള ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. ഇന്ന് ഞങ്ങൾ ഹനോയിൽ നിന്നും 120 കിലോമീറ്റർ ദൂരെയുള്ള നിൻ ബിൻ പ്രൊവിൻസിലേക്കാണ് പോകുന്നത്. ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. കുറച്ച് വിയറ്റ്നാമീസ് വിഭവങ്ങളും പിന്നെ സാലഡ്സും ഫ്രൂട്ട്സും ജ്യൂസും, അങ്ങനെ ഒരു മിനിമൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എല്ലാ ബുഫേസിലും റെസ്റ്റോറൻറ്റ്സിലും എല്ലാം വെജിറ്റേറിയൻ ഓപ്ഷൻസ് അവൈലബിൾ ആണെങ്കിലും പ്യോർലി വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇവരുടെ പോർക്ക് ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നാം. കാരണം വിയറ്റ്നാമീസ് ഫുഡിൽ കൂടുതലായും പോർക്കും ഫിഷ് സോസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് ജോയിൻ ഇൻ ടൂറായിട്ട് ഒരു ബസ്സിലാണ് ഈ നിൻ ബിൻ പ്രൊവിൻസിലേക്ക് പോകുന്നത്. രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ചെറിയ മഴപ്പാറ്റുന്നുണ്ട് ഇന്നും. നമ്മൾ ബാക്കിയുള്ള ടൂറിസ്റ്റുകളെ എല്ലാം ഓരോ സ്പോട്ടിൽ നിന്നും പിക്ക് ചെയ്ത് നമ്മുടെ ഗൈഡ് എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. വിയറ്റ്നാമിൻ്റെ ഏൻഷ്യൻ ക്യാപിറ്റലായ ഹോലുവിലേക്കാണ് ആദ്യം പോകുന്നത്. 1 അവർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കോഫി ആൻഡ് ടോയ്ലറ്റ് ബ്രേക്കിനായിട്ട് ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ ഞങ്ങളെ നിർത്തി. നല്ല നല്ല എംബ്രോയ്ഡറി വർക്കുകളൊക്കെ ചെയ്ത കുറേ ബാഗ്സുകളൊക്കെ കണ്ടു. ഇത് തേങ്ങയുടെ ചകിരി വെച്ചുണ്ടാക്കിയ കുറച്ച് ബാഗുകളാണെന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ ബാംബു മുളയിൽ നിന്നും ഉണ്ടാക്കിയ കുറച്ച് പ്രോഡക്ട്സും അവിടെ കണ്ടു. വില കാണുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. 3 ലക്ഷമൊക്കെയാണ് ഈ ഒരു പേഴ്സിനുള്ള വില. പക്ഷേ വിയറ്റ്നാമീസ് ഡോങ്ങിലാണെന്ന് കാണുമ്പോൾ ഒരു സമാധാനം. അവിടുന്ന് ഇറങ്ങി ഓൾമോസ്റ്റ് 1 അവർ എടുത്തു ഈ ഏൻഷ്യൻ ക്യാപിറ്റലായ ഹോവാലുവിലെത്താൻ. അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ബസ് പാർക്ക് ചെയ്തതിന് ശേഷം എല്ലാവരും ഒരു സൈക്കിള് റെൻ്റ് ഔട്ട് ചെയ്തു. ഇനി അതിലാണ് യാത്ര. വർഷങ്ങൾക്ക് ശേഷം സൈക്കിൾ ഓടിക്കാൻ ഓർമ്മയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തു ഞാൻ. ചുവപ്പ് തൊപ്പിയിട്ട് ഞങ്ങളുടെ ടൂർ ഗൈഡ് മിങ് എല്ലാവർക്കും ഡയറക്ഷൻസ് കൊടുത്തു. ഇനി അടുത്തത് എവിടെയാണ് മീറ്റിംഗ് പോയിന്റ് എന്നൊക്കെ. ഏതാണ്ട് 20 വർഷത്തോളം അമേരിക്കയുടെ കൺട്രോളിലായിരുന്നത് കാരണം ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ സൈക്കിള് റോഡിൻ്റെ റൈറ്റ് സൈഡിലൂടെയാണ് ഓടിച്ചു പോയത്. ഓൺ ദ വേ ചില വില്ലേജസ് ഒക്കെ പാസ് ചെയ്ത് പോയി. റോഡിൻ്റെ മറുവശത്ത് ഒരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏൻഷ്യൻ വിയറ്റ്നാമിൻ്റെ ഫസ്റ്റ് എംപറർ ആയിരുന്ന കിങ് ഡിന്നിൻ്റെ ടെമ്പിളിൽ ഞങ്ങൾ എത്തി. അപ്പോഴേ കണ്ട ആ പുഴയുടെ മറുവശത്താണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ ടൂർ ഗൈഡ് 20,000 ഡോങ് കൊടുത്ത് ഇവിടുത്തെ എൻട്രൻസ് ടിക്കറ്റ് വാങ്ങി തന്നു. 17 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ആ സമയത്ത്. അവിടെ നല്ല കാറ്റും വീശുന്നുണ്ടായിരുന്നു. ഇവിടെ മ്യൂറൽ പെയിന്റിംഗ് ചെയ്ത ഒരു വാൾ ഉണ്ടായിരുന്നു. അതിൽ 17th സെഞ്ച്വറിയിൽ എങ്ങനെയാണ് കിങ് ഡിൻ ഈ രാജ്യത്തെ യൂണിഫൈ ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചുള്ള കഥയൊക്കെയാണ് പറയുന്നത്. ഞങ്ങളുടെ ടൂർ ഗൈഡ് ഓരോന്നും വിശദമായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ടെമ്പിളിനകത്തേക്ക് കടന്നപ്പോൾ അവിടെ ഒരുപാട് ഏൻഷ്യൻ റെലിക്സ് ഒക്കെ കണ്ടു. ഇത് ഒരു ഡ്രാഗൺ ബെഡാണ്. ഒരു വലിയ അമ്പലക്കുളത്തിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ അമ്പലത്തിൻ്റെ മെയിൻ ഏരിയയിലേക്ക് കടന്നത്. കുറച്ചധികം തിരക്കുള്ള ദിവസമാണെന്ന് തോന്നുന്നു. കാരണം അകത്തേക്ക് കയറാനായിട്ട് ഒരു ചെറിയ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്ത മരത്തിൻ്റെയും കല്ലിൻ്റെയും ഒക്കെ ആർക്കിടെക്ചറാണ് ഇവിടെ ഉള്ളത്. ബുദ്ധ സ്റ്റാച്യു ആണ് വർഷിപ്പ് ചെയ്യുന്നത് എങ്കിൽ അതിനെ പഗോഡ എന്നും, ഇനി രാജാവിനെ ദൈവതുല്യമായി കണ്ടിട്ട് അതാണ് വർഷിപ്പ് ചെയ്യുന്നത് എങ്കിൽ അതിനെ ടെമ്പിൾ എന്നുമാണ് ഇവർ പറയുന്നത്. ഉള്ളിലെ ചില ഏരിയാസിൽ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആയിരുന്നു. അപ്പം ഞങ്ങൾ വെളിയിൽ വന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന് പുറപ്പെട്ടു. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മലയിടുക്കുകളാണ് നമ്മുടെ കിങ് കോങ്ങിൻ്റെ സ്കൾ ഐലൻഡ് എന്ന സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. സൈക്കിള് റെസ്റ്റോറൻറ്റിൽ തിരിച്ചേൽപ്പിച്ച് അവിടുന്ന് ലഞ്ചും കഴിച്ച് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആയ ട്രാങ് ആനിലേക്ക് വന്നു. 2 ലക്ഷം വിയറ്റ്നാമീസ് ഡോങ്, അതായത് ഏകദേശം 640 രൂപ കൊടുത്ത് ഞങ്ങളുടെ ടൂർ ഗൈഡ് ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടെ ബോട്ടിംഗ് ചെയ്യാനായിട്ട് 3 ഡിഫറെൻറ്റ് റൂട്ട്സ് ഉണ്ട്. നമുക്ക് എത്ര സമയം സ്പെൻഡ് ചെയ്യാനുണ്ട് എന്നതിനനുസരിച്ച് ഏത് റൂട്ട് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം മിങ് തന്നുകൊണ്ടേയിരുന്നു. ഓടക്കുഴലും ഊതി ഒരു മാടിനെയും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിയറ്റ്നാമീസ് കൃഷ്ണനെ ഞങ്ങൾ അവിടെ കണ്ടു. ഒരു ബോട്ടിൽ 4 പേർക്കാണ് ഇരിക്കാൻ പറ്റുക. ഭാഗ്യത്തിന് മഴയില്ലാത്തത് കൊണ്ട് ഇതെല്ലാം നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. ഇവിടുത്തെ ഈ മലകളിലെല്ലാം ഇതുപോലത്തെ ലൈംസ്റ്റോൺ കേവുകൾ നാച്ചുറലായിട്ട് ഫോം ചെയ്തത് കാണാം. തീരെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള കേവ്സ് ആണ് ഇതെല്ലാം. ചുറ്റും ലൈംസ്റ്റോൺ ഡെപ്പോസിറ്റ്സ് കൊണ്ടുണ്ടായ ചില സ്റ്റാലക്ടൈറ്റ് ഫോർമേഷൻസ് കാണാം.
ഹൈറ്റ് കൂടിയവർ നോക്കിയിരുന്നില്ലെങ്കിൽ തല മുട്ടിയത് തന്നെ. ചില ഗുഹകൾ ഏകദേശം 1 കിലോമീറ്ററോളം നീളമുള്ളതാണ്. 2019 ഇവിടെ ബോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. വെള്ളത്തിൻ്റെ ലെവല് കൂടിക്കഴിഞ്ഞാൽ ഈ കേവ്സിനകത്തൊന്നും ബോട്ട് കയറാതെ ആവും. അങ്ങനെ തൽക്കാലമായി ഇവർ ഇത് നിർത്തിവെക്കാറുണ്ട്. നമുക്ക് ഈ ബോട്ട് റൈഡിൽ 3 ഡിഫറെൻറ്റ് റൂട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ നമ്മൾ 3rd വൺ ആണ് ചൂസ് ചെയ്തത്. അതിലൊരു മിക്സ് ഓഫ് കേവ്സും ടെമ്പിൾസുമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ടെമ്പിൾസും കാണാം, ഓൺ ദ വേ കുറേ കേവ്സും കാണാം. ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ ഒരുപാട് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ആർക്കിടെക്ചറൽ വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള വലിയ വലിയ സെറാമിക് പോട്ടുകൾ ഇവിടെ കാണാം. മന്ത്രിമാരും രാജാവും ഇരിക്കുന്ന ടെമ്പിളാണ് ഇത്. ഇവിടുന്ന് ഇറങ്ങി ബോട്ടിൽ വീണ്ടും കയറി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. ഓരോ ഗുഹയുടെയും വെളിയിൽ എത്ര മീറ്റർ നീളമുണ്ട് എന്നുള്ളതെല്ലാം ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 250 മീറ്റർ നീളമുള്ള ഒരു ഗുഹയാണ്. ഈ ഗുഹകളുടെ ഉള്ളിലെല്ലാം ലൈറ്റ് ഇട്ട് വെച്ചത് കാരണം തല മുട്ടാതെ കുനിഞ്ഞ് നമുക്ക് പോകാം. ഈ ഒരു ഭാഗത്ത് നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ ഇട്ട് വെച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ബോട്ട് ഡ്രൈവേഴ്സ് ശരിക്കും നല്ല എക്സ്പേർട്സ് ആയിരുന്നു. കാരണം അവർക്ക് ഈ വളഞ്ഞും തിരിഞ്ഞും എല്ലാം പോകുന്ന വഴികളിലൂടെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ വെള്ളത്തിന് ഒരു നല്ല എമറാൾഡ് ഗ്രീൻ കളറായിരുന്നു. ഈ ഒരു ഗുഹയിലും അതെ, ഈ ലൈംസ്റ്റോൺ ഫോർമേഷൻസിനൊക്കെ ഒരു ലൈറ്റ് ഇഫക്ട്സ് കൊണ്ട് അതിഗംഭീരമാക്കിയിരിക്കുന്നു. ആ കാണുന്നത് വേറൊരു രാജാവിൻ്റെ ടെമ്പിളാണ്. ഒരുപാട് വിസിറ്റേഴ്സ് വരുന്ന ഏരിയ ആണെങ്കിൽ പോലും അവർ നല്ല നീറ്റായിട്ടാണ് എല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെയും കണ്ടു നല്ല വലിപ്പമുള്ള പോസ്ലീൻ വൈറ്റ് ആൻഡ് ബ്ലൂ കളറിലുള്ള വാസുകൾ. ഒരു ടൂർ ഗൈഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ രാജാക്കന്മാരെ പറ്റിയുള്ള കഥകളും മറ്റുമെല്ലാം നമുക്ക് അറിയാൻ പറ്റി. അല്ലെങ്കിൽ ഇവരുടെ ഈ ഹിസ്റ്ററിയും കൾച്ചറും ഒന്നും നമുക്ക് ഒറ്റയ്ക്ക് വന്നാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് വെളിയിലിറങ്ങി തൊട്ടടുത്തുള്ള വേറൊരു ടെമ്പിളും കൂടി വിസിറ്റ് ചെയ്തു. ചെറുതായൊരു മഴപ്പാറ്റിലൊക്കെ ഉണ്ട്. കൂടുതലും ടൂറിസ്റ്റുകളൊക്കെ റെയിൻകോട്ട് ഇട്ടാണ് വരുന്നത്. ഒരുപാട് വർഷം പഴക്കമുള്ള അമ്പലങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ കൊത്തുപണികളും ഇവിടുത്തെ ഈ ഗോൾഡൻ കളറും ഒക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആണ് ശരിക്കും. ടൂറിസ്റ്റുകൾ മാത്രമല്ല, ഇവിടെയുള്ള ലോക്കൽ ആളുകളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബോട്ടിലേക്ക് പോയി. നമ്മുടെ ബോട്ട് നമ്പർ ഓർത്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് ഏത് ബോട്ടിലാണ് കയറേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ആവും. ഒരുപാട് വിസിറ്റേഴ്സ് ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ബോട്ട് ഡ്രൈവേഴ്സ് ഇവിടുത്തെ ലോക്കൽ ഫിഷർമെനും കൂടിയാണ്. അപ്പോൾ ഈ ടൂറിസ്റ്റ് സീസൺ ആവുന്ന സമയത്ത് ഇതുപോലെയുള്ള സവാരികളും അവർക്ക് ഏറ്റെടുക്കാനുള്ള ലൈസൻസ് ഇവിടുത്തെ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലുള്ളവർ ഈ വെള്ളത്തിലുള്ള എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവരാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ഓൾഡ് വില്ലേജ്. ഇവിടെ ആയിരുന്നു നമ്മുടെ കിങ് കോങ് മൂവിയുടെ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറ്റിക്കളഞ്ഞു എന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂറോളം എടുത്തു ഈ നമ്മുടെ ബോട്ട് റൈഡ്. ഞങ്ങളെ ഡ്രോപ്പ് ഓഫ് ചെയ്ത സ്ഥലത്ത് ഈ കൊയ്ക്കാർപ്പ് ഫീഡിംഗ് ഏരിയ ആയിരുന്നു. നല്ല വലിപ്പമുള്ള കൊയ്ക്കാർപ്പുകളായിരുന്നു. ബോട്ട് വരുന്നതും തുഴയുന്നതും ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. പക്ഷെ ഇവർ നല്ലോണം സൂക്ഷിച്ചാണ് തുഴയുന്നത്, ഇവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ. പണ്ടുകാലത്ത് ഈ റെഡ് റിവർ ഡെൽറ്റ ഏരിയ ഒരുപാട് തവണ കടലിനടിയിൽ സബ്മേർജ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ നാച്ചുറൽ ജോഗ്രഫിക് ഫോർമേഷൻസ് ആണ് ഈ ചുറ്റും കാണുന്നതെല്ലാം. അവിടുത്തെ കോഫി ഷോപ്പിൽ നിന്ന് ഒരു കോഫിയും വാങ്ങി കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി. ഈ ഹൈവേയുടെ 2 സൈഡിലും കാണുന്നതെല്ലാം നെൽപ്പാടങ്ങളാണ്. തിരിച്ചു വരുന്ന വഴിക്ക് ഈ ഒരു സിൽക്ക് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ ഒരു ഫാക്ടറിയിൽ നിർത്തി. ഇവിടെ ഉണ്ടായിരുന്ന എംബ്രോയിഡറി വർക്കുകളൊക്കെ ശരിക്കും പെയിൻറ്റിങ് ചെയ്തതുപോലെയായിരുന്നു. അത്രയ്ക്ക് പെർഫെക്ഷനോട് കൂടിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളെ നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് കൊണ്ടുവന്ന് വിട്ടു. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ സൈക്ലോയിൽ കയറി അടുത്തുള്ള നൈറ്റ് മാർക്കറ്റിലേക്ക് പോയി.
ഇന്നലെ മുതലുള്ള ആഗ്രഹമായിരുന്നു ഈ സൈക്ലോയിലൊന്ന് കയറി യാത്ര ചെയ്യണമെന്ന്. ഹോട്ടലിൽ നിന്ന് നടന്നെത്താവുന്ന ദൂരത്ത് തന്നെയാണ് ഈ നൈറ്റ് മാർക്കറ്റ് ഉള്ളത്. ഇവിടെ വൈകുന്നേരം 7 മണി മുതൽ രാത്രി 11 മണി വരെ ഈ സ്ട്രീറ്റ് കംപ്ലീറ്റ് വാക്കിംഗ് സ്ട്രീറ്റ് ആക്കി മാറ്റും. വണ്ടികളെല്ലാം ഈ റോഡിലേക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കും. രാവിലെ മുതലുള്ള നടത്തവും സൈക്ലിങ്ങും ഒക്കെ കൂടിയായി ഞങ്ങൾ ഒരു ഫുഡ് മസാജിന് കയറി. ഡിന്നറും കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.